ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ എ വേർഡ് ഫോർ ഹാപ്പിനെസ്. ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ശരിയാണോ അത്? ചിലപ്പോൾ തോന്നും ശരിയാണെന്ന് കേട്ടോ, ചിലപ്പോൾ തോന്നും പൊട്ട തെറ്റാണെന്ന്. ചില വേദനകൾ വരുമ്പോൾ, അതായത് നടുവേദന, മുട്ടുവേദന, വയറുവേദന, പീരീഡ് സമയത്തുള്ള വേദന, പിന്നെ ബ്ലീഡിങ്, എല്ലാം കൂടി ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് തന്നെ തോന്നിപ്പോവും. ഹിമ്മിണി വലിയ നമ്പറാണെന്ന് മാത്രം അല്ലേ? പിന്നെ ഈ വേദനകൾ കുറച്ചൊക്കെ നമ്മുടെ തന്നെ സൃഷ്ടിയാണെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ? കുറേ നേരം വെറുതെ ഇരുന്നാൽ ഒരു മന്ദത അനുഭവപ്പെടും. അത് പിന്നെ മൂർധന്യാവസ്ഥയിലാവും. അഥവാ നമ്മൾ ആ മന്ദത ആസ്വദിക്കാൻ തുടങ്ങിയാൽ അതിനെ നമുക്ക് വേണമെങ്കിൽ മടി, ഒഴിവ് കഴിവുകൾ എന്നൊക്കെ പറയാം. ആ വന്ന മൂർധന്യാവസ്ഥ അതുപോലെ തുടരാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ അത് പിന്നെ പല അസുഖങ്ങളിലേക്കും യാത്ര തുടങ്ങാനുള്ള ഫസ്റ്റ് വിസിലാണെന്ന് ഉറപ്പിച്ചു പറയാം അല്ലേ? ഈ അസുഖങ്ങൾ എന്നതിനേക്കാൾ തോന്നലുകൾ എന്ന് തന്നെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. അസുഖങ്ങൾ ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, തോന്നലുകൾ എന്ന് വിചാരിച്ച് പല ലക്ഷണങ്ങളും ഒഴിവാക്കുന്ന പെണ്ണുങ്ങളും അത്ര നല്ല കാര്യമൊന്നുമല്ല ചെയ്യുന്നത് എന്നുകൂടെ പറയട്ടെ. ഞാൻ പറയുന്നതേ, മടി പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ട് ടി വിയും കണ്ട് അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് പ്രായമായി, ഇനി കുട്ടികളൊക്കെ ഒന്ന് നല്ല നിലയിൽ കണ്ട് കണ്ണടയ്ക്കുക എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത് എന്ന് നിലവിളിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ചാണ് കേട്ടോ. കുട്ടികൾക്ക്, വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി, വീട് വൃത്തിയായി, ചിലപ്പോൾ ജോലിക്കെല്ലാം പോയി, അല്ലെങ്കിൽ ഉള്ള കണ്ണിൽ സീരിയലൊക്കെ കണ്ട് ഒരു ദിവസം അങ്ങ് തീർക്കും. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് ആ ടി വി ഒന്ന് ഓഫാക്കി ആലോചിച്ച് നോക്കിയേ. അടുക്കളയിലും ജോലി സ്ഥലത്തും ഓടുന്നത് എന്നല്ലാതെ ഞാനടക്കം പല പെണ്ണുങ്ങളും മേലനങ്ങി ഒരു കാര്യവും ചെയ്യുന്നില്ല. ബസ്സിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിൽ നിന്നും ഇറങ്ങി കിതയ്ക്കാതെ ഒരു സ്റ്റെപ്പ് പോലും കയറാൻ വയ്യ പലർക്കും. എക്സസൈസ് ചെയ്യാൻ സമയമില്ല പോലും. ഓട്ടം, അതല്ലേ ഓട്ടം തന്നെയല്ലേ ഓട്ടം. എന്നാൽ എക്സസൈസ് ചെയ്യണ്ട, ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്യാമല്ലോ. അയ്യോ, അതെങ്ങനെയാ? ഭക്ഷണം കഴിച്ചാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. കണ്ണീർ സീരിയൽ കാണുന്നത് വരെ എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ? അപ്പോൾ അതാണ്, ഭക്ഷണം വീട്ടിലെ കളിയില്ല, എക്സസൈസ് ചെയ്യാൻ വയ്യ, പിന്നെ വയസ്സായി എന്നുള്ള ചിന്തയും കൂട്ടത്തിൽ എടുത്താൽ പൊങ്ങാത്ത ഭാരവും. ഭാരം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാരാബ്ധത്തിൻ്റെ ഭാരം എന്നല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ പറ്റിയാണ് ഞാനീ പറയുന്നത്. പോരെ ജീവിതം ഒന്നും എടുക്കാൻ. ശരീരം ആരോഗ്യത്തോടെ ഇരിക്കാൻ എക്സസൈസ്, ഫുഡ് കൺട്രോൾ അല്ലാതെയുള്ളൊരു ടെക്നിക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അയ്യോ, എന്തൊരു ശ്രദ്ധയാണ് എളുപ്പവഴിയിൽ ആരോഗ്യം ഉണ്ടാക്കാൻ. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കുറുക്കുവഴിയുമില്ല ആരോഗ്യത്തിലേക്ക്. എന്തെങ്കിലും ഒന്ന് നീക്കി വെച്ചാലേ ആരോഗ്യം ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ സമയം, ഭക്ഷണം, പിന്നെ എക്സസൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ കലോറി കൂടുതലുള്ള ഭക്ഷണം ഉണ്ടാവില്ലേ, അത് കുറച്ച് ദൂരേക്ക് തന്നെ നീക്കി വെക്കണം കേട്ടോ. പിന്നെ ആരോഗ്യം എക്സസൈസ് എന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കൃത്യമായി ഹെൽത്ത് ചെക്ക് ചെയ്യുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും മാമോഗ്രഫി അടക്കം ഒരു ഫുൾ ബോഡി ചെക്കപ്പ്. ചില ലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതിരിക്കുക. ഉദാഹരണത്തിന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ, പീരീഡ് സമയത്തുള്ള അസഹ്യമായ വേദന, അമിതമായ ബ്ലീഡിങ്, വിട്ടുമാറാതെ നിൽക്കുന്ന കാലിലെ നീർക്കെട്ട്, മുടി കഴിച്ചിൽ, പെട്ടെന്ന് ബോഡി വെയിറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുക. നമ്മളൊന്നും ചെയ്യേണ്ട, അധികം ഭക്ഷണം കഴിക്കുന്നില്ല, പക്ഷേ എക്സസൈസ് ചെയ്യുന്നില്ല, ഒന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് വെയിറ്റ് കൂടും, അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയാം. അത് ചിലപ്പോൾ തൈറോയിഡിൻ്റെയൊക്കെ ലക്ഷണങ്ങളായി എന്ന് വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചില വേദനകൾ ഉണ്ടാവില്ലേ, അത് ചില ഫിസിയോതെറാപ്പി കൊണ്ട് തന്നെ മാറ്റിയെടുക്കാം. അത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യുക. ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ. ശരീരം അനങ്ങാതിരിക്കും തന്നെയാണ് നമ്മുടെ പല വേദനകൾക്ക് കാരണമെന്ന് നിസ്സംശയം പറയാട്ടോ. ഐസ് പാക്ക്, ഹോട്ട് പാക്ക്, അങ്ങനെ സാധാരണ നമ്മൾ വീട്ടിൽ ഐസൊക്കെ വെക്കത്തില്ലേ, അത് വെച്ച് വേദനയുള്ളടുത്ത് വെക്കുക, അല്ലെങ്കിൽ ചൂട് പിടിപ്പിച്ച് വെക്കാം. അതിനാണ് ഐസ് പാക്ക്, ഹോട്ട് പാക്ക് എന്ന് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റു മാർഗ്ഗങ്ങളാണ്. പിന്നെ വേറൊന്ന്, ഒരിക്കലും സമയം തെറ്റി ഭക്ഷണം കഴിക്കാതിരിക്കുക. പ്രായമാവും തോറും നമ്മളെ ഏറ്റവും കൂടുതൽ കയറി പിടിക്കുന്ന ഒന്നാണ് ഗ്യാസ്. വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന പോലും തോറ്റു പോകുന്ന രീതിയിലാണ് വരിക. ചിലപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് വന്നതെന്ന് പോലും തോന്നിപ്പോവും. ഇപ്പോൾ ശരിക്കും നെഞ്ചുവേദന വന്നാൽ ഗ്യാസ്ട്രിക് ആണെന്ന് സനിഷ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ആപത്തൊന്നും വരുത്തി വെക്കില്ലേ മക്കളെ. നെഞ്ചുവേദന പോലെ തന്നെ
അത് നെഞ്ചുവേദന പോലെയൊക്കെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചാൻസ് എടുക്കരുത്. ഉടനെ തന്നെ വിദഗ്ധ സഹായം നേടണം. പിന്നെ വീട്ടിൽ തിരിച്ചെത്തി വെറുതെ ഹോസ്പിറ്റലിൽ പോയി കുറേ ടെസ്റ്റ് ചെയ്ത് പൈസ പോയി എന്നല്ലാതെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരും ഉണ്ടാവും കേട്ടോ. ഹാർട്ട് അറ്റാക്ക് വരാത്തതിലാണ് ഇവർക്ക് സങ്കടം എന്ന് തോന്നിപ്പോവും അവരുടെ കരച്ചിൽ കണ്ടാൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് കേൾക്കാം, അയ്യോ വെറുതെ പൈസ പോയി, ഒരു പ്രശ്നവുമില്ല, എനിക്കെല്ലാം ഓക്കെയാണെന്ന്. ഞാനിതെപ്പോഴും കേൾക്കുന്നതാണ്, ഞങ്ങളിതെപ്പോഴും കേൾക്കുന്നതാണ്. ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ട് ലാബിൽ നിന്ന് നേരെ ഫാർമസിയിലേക്ക് വന്നിട്ട് ആൾക്കാർ പറയും റിപ്പോർട്ടൊന്ന് നോക്കുമെന്ന് പറയും. നമ്മൾ നോക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും വെറുതെ പോയി, വെറുതെ ടെസ്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെ പറയുന്നേക്കും. അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾക്കിത് പോസിറ്റീവ് ആവുമായിരുന്നു വേണ്ടത്. അല്ല അങ്ങനെയല്ല മോളെ, ഇത് ഇങ്ങനെ ആയിപ്പോൾ പൈസ പോയില്ലേ. പൈസ പോകുന്ന മാത്രമാണ്, ഞാൻ ഹെൽത്തി ആയിരിക്കുന്നു എന്നൊരു സന്തോഷം അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതിലൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നാറുള്ളത്. പിന്നെയുള്ളൊരു പ്രധാന പ്രശ്നം ആർത്തവവിരാമത്തോടടുക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൻ്റെ ശാരീരികമായ ഒരുപാട് വിഷമങ്ങൾ, ആ സ്റ്റേജിനെ അംഗീകരിക്കാനുള്ള മനസ്സിൻ്റെ ഒരു വിഷമം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അമിത രക്തസ്രാവവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മൂഡ് സ്വിങ്സും, ദേഷ്യം, സങ്കടം, നിരാശ എല്ലാം പെട്ടെന്ന് മാറി വരുന്നൊരവസ്ഥ. ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കുടുംബത്തിന് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവരോട് വെറുതെയും അല്ലാതെയും ദേഷ്യപ്പെട്ട് ബഹളം വെച്ച് വീടിൻ്റെ അന്തരീക്ഷവും നശിപ്പിച്ച് അവസാനം എനിക്കിതെന്ത് പറ്റിയെന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് തേങ്ങിക്കരയുന്ന ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അവളോളം അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന വേറെ ആരുമില്ലെന്ന് തന്നെയാണ് സത്യം. ഇങ്ങനെ പല രീതിയിൽ നിരാശയും വിഷമവും അനുഭവിക്കുന്ന ഒരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഒരു മാറ്റം. കൂടെയുള്ളവരെ മാറ്റാനോ നമ്മുടെ മാറ്റങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ചെറുതായെങ്കിലും സ്വയം മാറാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ്. അതൊന്ന് മനസ്സിലാക്കുക. നമ്മൾ മെഡിക്കലായി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യണം. ഈ സമയത്ത് ഒരു ഡോക്ടറിനെ കണ്ട് ചിലപ്പോൾ ഹോർമോൺ ഗുളികകൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഹെൽത്ത് സപ്ലിമെൻ്റ് ഒക്കെ കഴിക്കേണ്ടി വരും. കൂട്ടത്തിൽ നമ്മുടെ സൈഡിൽ നിന്നും ഒരു എഫേർട്ട് ഇടണം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും സപ്പോർട്ട് വേണ്ടത് നമ്മുടെ തന്നെ മനസ്സിൻ്റെയാണ്. വേറൊരു കാര്യമുണ്ട്, അത് ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണമില്ലാതെ കരച്ചിൽ വരിക, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നൊരു തോന്നൽ എന്തിനോ വേണ്ടി വരിക, എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് വരെ തോന്നാറുണ്ട്. ഇങ്ങനെയുള്ളൊരവസ്ഥ അനുഭവിച്ചിട്ടുണ്ടോ? അത് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് സ്വയം ചോദിക്കാറുണ്ടോ? ഇതും നമ്മൾ സ്വയം ഇറങ്ങി വരാൻ ശ്രമിക്കേണ്ട ഒന്നാണ്. നമ്മൾ തന്നെ അതിൽ നിന്ന് ഇറങ്ങി വരണം. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കാതെ എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തിറങ്ങും എന്നൊന്ന് ചിന്തിക്കുക. 1-2 കാര്യങ്ങൾ പറയാം, ഞാൻ ചെയ്യുന്നതാണേ. ഈ തോന്നലുകളുമായി അഡ്ജസ്റ്റ് ചെയ്ത് വിഷമിച്ചിരിക്കാണ്ട് ഉടനെ തന്നെ ഫോൺ ചെയ്ത് നമ്മളെ ജഡ്ജ് ചെയ്യാത്ത നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വിളിച്ച് കുറേ നേരം സംസാരിക്കുക. നിങ്ങളുടെ ഈ സമയത്തുള്ള അവസ്ഥയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളെക്കുറിച്ചോ ഒന്നും ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. അവരോട് കുറേ ചിരിച്ച് സംസാരിക്കുക. പിന്നെ നമ്മുടെ പഴയ കാര്യങ്ങളും നമ്മൾ കോമൺ ആയിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ല, അതിനെക്കുറിച്ചും അല്ലെങ്കിൽ രസകരമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് കുറേ നേരം ചിരിക്കുക. അത്ര തന്നെ. നമ്മുടെ വിഷമങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞ് അവരെ കൂടെ മൂഡ് ഓഫ് ആക്കാൻ പാടില്ല. ബിക്കോസ് അവർ ചിലപ്പോൾ അതിലും വലിയ വിഷമത്തിലിരിക്കുന്നവരായിരിക്കും. സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളെ പറ്റി പറയാണ്ട് നമ്മുടെ നല്ല സമയങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ച് ഹാപ്പി ആവുക. പിന്നെ ഒന്നുണ്ട്, നല്ല ഹാപ്പി മൂഡുള്ള പാട്ടുകൾ കേൾക്കുക. അത് ഇയർഫോൺ വെച്ച് കേൾക്കുന്നതാണ് ബെസ്റ്റ്. മറ്റൊന്നുള്ളത് ഒരു യാത്ര പോവുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. അതും പറ്റില്ല, ഇനി യാത്രയ്ക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ ഒരു ചെറിയ ഷോപ്പിംഗ് ആൻഡ് ഈറ്റിങ്ങും, ഒറ്റയ്ക്ക് നടക്കുക, നല്ല ഫുഡ് കഴിക്കുക. കുറേ കാലമായി വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം വാങ്ങുക. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുക. നമ്മൾക്ക് വേണ്ടി ചെയ്യാമെന്ന് പറയില്ലേ, അതുപോലെ ആ മൂഡിൽ നിന്ന് അങ്ങനെ ആ ഓടിപ്പോകണം എന്നുള്ള മൂഡ്, ടെൻഷൻ അടിക്കുന്നുള്ള മൂഡില്ലേ, ആ മൂഡിൽ നിന്ന് അങ്ങനെ സ്വയം ഇറങ്ങി വരാൻ ശ്രമിക്കുക. ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ എല്ലാ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് ഞാൻ തന്നെ പുറത്തിറങ്ങി വരും. കാരണം എന്നെ വേറൊരാൾക്ക് ഒരിക്കലും പുറത്തോട്ട് ഇറങ്ങി കൊണ്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ആ മൂഡിലോട്ട് തന്നെ ഒതുങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ലിസ്റ്റുകൾ ഇനിയും കൂടും. അത് വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ആ മൂഡിൽ നിന്ന് നമ്മൾ തന്നെ സ്വയം പുറത്തിറങ്ങുന്ന രീതിയിൽ ശ്രമിക്കണം. നമുക്ക് എന്തായാലും വരാനും കഴിയും. പിന്നെ നാട്ടിലെന്തെങ്കിലും പ്രോഗ്രാമുണ്ട്, അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിലൊക്കെ ഒരു ഗ്രൂപ്പ് നിങ്ങളെ വന്ന് വിളിക്കുകയാണ്. അതിപ്പോൾ ഡാൻസ് ആകാം, തിരുവാതിരയാകാം, ഒരു ഗ്രൂപ്പ് സോങ് ആകാം. ഇല്ല എന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഡാൻസ് അറിയില്ല, പാട്ടറിയില്ല എന്നൊന്ന് ഒഴിവ് കഴിവ് പറയേ വേണ്ട. കണ്ണും പൊട്ടി അങ്ങ് നിൽക്കുക. ടെൻഷൻ ഇല്ലാതെ പൂർണ്ണ മനസ്സോടെ ചെയ്യുക. നല്ല അടിപൊളിയായി തീരും നിങ്ങളുടെ പെർഫോമൻസ്.
കാരണം ആത്മവിശ്വാസത്തോടെ ചെയ്താൽ എന്ത് മനോഹരമായി തീരുമെന്ന് എൻ്റെ തിയറിയാണ്. വിശ്വസിച്ചു തന്നെ, കറക്റ്റ് തിയറിയാണത്. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ താമസിക്കുന്നത്, ഞാൻ ആദ്യം മംഗലാപുരത്തായിരുന്നു. മംഗലാപുരത്ത് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പം ധർമ്മശാല എന്ന് പറഞ്ഞാൽ കണ്ണൂർ എന്നൊരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. അവിടെ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു. ഞാൻ അത്യാവശ്യം ഡാൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് തിരുവാതിരക്കളിയായിരുന്നു നവരാത്രിക്ക്. അതിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. അവിടെ ഞാൻ യെസ് പറഞ്ഞ് ഞാൻ പോയി കളിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാനാണ് ഏറ്റവും ചെറിയ പ്രായം. അവിടെയുള്ള ലേഡീസൊക്കെ എത്ര സ്മാർട്ടാണെന്ന് പറയാം. 60-62 വയസ്സുള്ളവരൊക്കെ ഞങ്ങൾ എന്തിനു റെഡിയാന്നുള്ള രീതിയിലാണ് നിൽക്കുക. ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. ഇവർ മുട്ടുവേദന ഉണ്ട്, നടക്കാൻ വീട്ടിൽ നിന്ന് ഒരുപാട് നേരമുണ്ട്, വീട്ടിലോട്ട് പ്രാക്ടീസിങ് പ്ലേസിലോട്ട് വരാൻ ഒരുപാട് ദൂരമുണ്ട്. എന്നിട്ട് പോലും അവരൊക്കെ വരുന്ന ആ ഒരു ഇഷ്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഞാനൊക്കെ എന്താണ് എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഞാനൊക്കെ വയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. അവരൊക്കെ എത്ര സ്മാർട്ടാണ്. 60-62 ആയിട്ടുണ്ടെങ്കിൽ പോലും 30-35 പ്രസരിപ്പാണ് അവർക്ക്. സോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയാൽ ഒരു സ്ത്രീ പോലും ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇങ്ങനത്തെ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ വയസ്സ്, പ്രായം, അസുഖം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരിക്കലും പിന്നോക്കം നിൽക്കാൻ പാടില്ല. പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ലൈഫ് ഒന്നേ ഉള്ളത്, കളർഫുൾ ആക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ട് പോയി നിൽക്കുക. നാട്ടുകാർ എന്ത് പറയും, മക്കൾ എന്ത് പറയുമെന്ന് ചിന്തിക്കേണ്ട. അവരെയൊക്കെ നമ്മൾ നോക്കിയില്ല നല്ലവണ്ണം. ഇനി അവർ കുറച്ച് സ്വന്തം കാലിൽ ചെയ്യട്ടെ, സ്വന്തം കാര്യങ്ങൾ സ്വന്തം കാലിൽ നിന്നിട്ട് ചെയ്യാൻ പഠിക്കട്ടെ. അമ്മ എന്ത് ചെയ്യുന്നു അവർ നോക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യുന്നു നമ്മൾ നോക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. നമ്മൾ ആർക്കും ചീത്തപ്പേരില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മുടെ കാര്യം ചെയ്യുന്നതിന് ഒരു മക്കൾക്കും ഒരു ഭർത്താവിനും ഒന്നും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ അവരോട്. സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കാണ് മോശം ഉണ്ടാവുക. കാരണം ഇനിയുണ്ട്, കുറേ ഉണ്ട് പറയാൻ. ഞാൻ പറഞ്ഞ് നീണ്ടു പോകും വീഡിയോ. ജീവിതം അത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം അങ്ങനെയൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തോ ആവട്ടെ, ഓരോന്നിലും അതിൻ്റേതായ പ്രത്യേകതകൾ ആസ്വദിക്കാനുണ്ടാവും. യൗവനം കഴിഞ്ഞ് വാർദ്ധക്യമായി ഇനി ചെയ്യാനും ആസ്വദിക്കാനും ഒന്നുമില്ല എന്നൊരു ചിന്ത മാത്രമേ നമ്മൾ മാറ്റേണ്ടതുള്ളൂ. ഒരു പഴമൊഴിയുണ്ട്, അതായത് കാല് കുഴിയിലോട്ട് ഇട്ടിരിക്കുകയാണെന്ന്. ഒരു പ്രായം കഴിഞ്ഞവരെക്കുറിച്ചുള്ളൊരു കമൻ്റാണിത്. ലൈക്ക് മരിക്കാനായി കുഴിയിൽ നമ്മൾ കുഴിയിലോട്ട് എടുത്തു വയ്ക്കത്തില്ല മരിച്ചു കഴിഞ്ഞാൽ. ആ കുഴിയിലോട്ട് നമ്മൾ കാല് നീട്ടിയിരിക്കുകയാണ്. ഒരു തള്ളിയാൽ വീഴാന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ ജീവിതം എന്നുള്ള അർത്ഥം വരുന്ന സംതിങ് ആണത്. അപ്പം ആ ഒരു കുഴി ഇനി നമുക്ക് വേണ്ട. ഒന്നിനെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെയും സമയം, അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, അത് വന്നോളും. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അത് വെറുതെ കളയരുതെന്ന് വിചാരിച്ച് അവനവൻ്റെ ആരോഗ്യം നോക്കി, അത് മനസ്സിൻ്റെ ആവട്ടെ ശരീരത്തിൻ്റെ ആവട്ടെ, സന്തോഷമായിട്ട് ജീവിക്കുക. ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ പുതിയ അധ്യായമാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. പുതിയ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് എനിക്ക് 40 കഴിഞ്ഞ ശേഷമാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരെയും ആശ്രയിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്. ആക്സിഡൻ്റ് ഉണ്ടാവും, നീ വണ്ടി എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രന്തിരിപ്പിക്കാൻ ഒരുപാട് പേര് കാണും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. അത് വണ്ടിയിലായാലും നടക്കുന്നതായാലും. അപ്പം ഈ വീഡിയോ എല്ലാം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും ഒരിത്തിരിയെങ്കിലും പ്രചോദനമാവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും സ്വന്തം കാര്യം ശ്രദ്ധിക്കും. അത് പറഞ്ഞ പോലെ മനസ്സിൻ്റെ കാര്യമാവട്ടെ ശരീരത്തിൻ്റെ കാര്യമാവട്ടെ എന്തോ ആവട്ടെ, സ്വന്തം സന്തോഷങ്ങളുടെ കാര്യമാവട്ടെ എന്തോ ആവട്ടെ, എല്ലാവരും സ്വന്തം കാര്യം ഒന്ന് ശ്രദ്ധിക്കും. സ്വന്തം കാര്യം ശ്രദ്ധിക്കും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഐ എം സൈനിങ് ഓഫ്. മിസ്സസ് അനീഷ. ബൈ. ഹാവ് എ സേഫ് ഡേ. ഗുഡ് നൈറ്റ്.